ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു നല്ല സന്തോഷ വാർത്തയാണ് പറയാനുള്ളത്. അതായത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് 1000 രൂപ ഉത്സവ ഭത്ത അനുവദിച്ചിരിക്കുകയാണ്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണം ഉത്സവ ഭത്തയായി 1000 രൂപ വീതം ലഭിക്കും. ഇതിനായി 56.91 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം ഏറ്റവും കുറഞ്ഞത് 100 ദിവസത്തെ അവിക്ത തൊഴിൽ ദിനങ്ങൾ ആവശ്യാധിഷ്ഠിതമായി പ്രദാനം ചെയ്യുകയും അതുവഴി ദരിദ്രരുടെ ഉപജീവനത്തിനുള്ള മാർഗം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നിശ്ചിത ഗുണമേന്മയും ഈടുറ്റതുമായ ഉൽപ്പാദനക്ഷമമായ ആസ്തികൾ സൃഷ്ടിക്കുന്നതാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 വിജ്ഞാപനം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം ഏറ്റവും കുറഞ്ഞത് 100 ദിവസത്തെ അവിക്ത തൊഴിൽ ദിനങ്ങൾ ആവശ്യാധിഷ്ഠിതമായി പ്രദാനം ചെയ്യുകയും അതുവഴി ദരിദ്രരുടെ ഉപജീവനത്തിനുള്ള വിഭവാടിത്തറ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിശ്ചിത ഗുണമേന്മയും ഈടുറ്റതുമായ ഉൽപ്പാദനക്ഷമമായ ആസ്തികൾ സൃഷ്ടിക്കുകയുമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി ദരിദ്രരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. പിന്നെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ കൂട്ടിച്ചേർക്കുന്നു. പദ്ധതിയുടെ ഒന്നാം ഘട്ടം 2006 ഫെബ്രുവരി 2 രാജ്യത്ത് 200 ജില്ലകളിൽ ആരംഭിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വയനാട്, പാലക്കാട് ജില്ലകളെ ഉൾപ്പെടുത്തി. തുടർന്ന് 1/4/2007 ആരംഭിച്ച രണ്ടാം ഘട്ടത്തിൽ ഇടുക്കി, കാസർഗോഡ് ജില്ലകളെ ഉൾപ്പെടുത്തി. 1/4/2008 മുതൽ സംസ്ഥാനത്തെ ശേഷിക്കുന്ന ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിച്ചു. സംസ്ഥാനത്ത് ഈ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ്. വേതനം തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിനായി ഓരോ തൊഴിലാളിയും ഒരു ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ സഹകരണ ബാങ്ക് അക്കൗണ്ട് തുറക്കേണ്ടതാണ്. പദ്ധതി നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ ഓരോ വാർഡിലും വിജിലൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. പദ്ധതിയുടെ ഗ്രാമപഞ്ചായത്ത് തല രജിസ്ട്രേഷൻ ഓഫീസർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. പദ്ധതി നടപ്പാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി സഹായിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.